Hello guys, welcome back to my YouTube channel. I'm back with another vlog. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്കൂൾ ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. ഞാൻ ഏകദേശം ഒരു 4:30 ആയപ്പം എണീറ്റിട്ടുണ്ടായിരുന്നു. 4:30 എണീറ്റു. പിന്നെ ഞാൻ പഠിക്കാതിരിക്കുമ്പോൾ ഏകദേശം ഒരു 4:45 ഞാൻ ഒരു കാപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നും അമ്മയാണ് ഇട്ട് തരാറ്, ഞാൻ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഏകദേശം ഒരു 4:45 ആയപ്പോൾ പഠിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. ആസ് ഐ മെൻഷൻഡ് ഏർലിയർ, ഞാൻ ആദ്യം തന്നെ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കാമായിരുന്നു. കാരണം മാത്സ് എന്ന ടെസ്റ്റ് പേപ്പർ ഉണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏകദേശം ഒരു 1.5 ആഴ്ച പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എന്തായാലും സാർ ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പഠിക്കായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഓൾറെഡി എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും ഇതിന് എല്ലാ ക്വസ്റ്റ്യൻസും ഞാനിത് സോൾവ് ചെയ്യായിരുന്നു. കാരണം മാത്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് തിയറി വിഷയങ്ങൾ പോലെയല്ല. നമ്മളിപ്പോൾ ഒരു ദിവസം പഠിച്ചു എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം എക്സാം എഴുതണമെങ്കിൽ നമ്മൾ വീണ്ടും നല്ലപോലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് പോയാലേ ഓർത്തിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന മെത്തേഡ്സ് ഒക്കെ മറന്നു പോകാൻ നല്ല സാധ്യതയുണ്ട്. ന്യൂ ഡേ ന്യൂ ഓപ്പർച്യൂണിറ്റീസ്. പക്ഷെ അതേപോലെ തന്നെ നല്ല ഡിസ്ട്രാക്ഷൻസ് ഉള്ളൊരു ടൈമാണ്. രാവിലെ എണീക്കുമ്പം നമുക്കൊരു പുതിയ ദിവസമാണ്, പുതിയ തുടക്കമാണെന്നൊക്കെ ഫീൽ ചെയ്യും. അതേപോലെ നല്ല ഡിസ്ട്രാക്ഷൻസും ചില സമയങ്ങളിൽ ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ പഠിച്ചാലേ നമുക്കൊരു നല്ലപോലെ ഒരു ഇത് പറ്റുള്ളൂ എന്നുള്ളൊരു വിശ്വാസം വരുമ്പോഴത്തേക്ക് വീണ്ടും പഠിച്ചല്ലേ പറ്റുള്ളൂ. കാരണം അന്നന്ന് പഠിച്ചിട്ട് തന്നെ പല ദിവസങ്ങളിലും നമുക്ക് നല്ലപോലെ മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഇനി അത്യാവശ്യം ഇങ്ങനെയുള്ള വിഷയങ്ങൾ അന്നന്ന് തന്നെ നോക്കിപ്പോയില്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. എക്സ്പെഷ്യലി മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ് ഒക്കെ. പിന്നെ എന്തായാലും ഞാനിങ്ങനെ മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമായിരുന്നു. കാരണം ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമുക്ക് തരുന്നുണ്ട്, NCERT തരുന്നുണ്ട്, പിന്നെ പ്രീവിയസ് ഇയർ തരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം എല്ലാം തന്നെ നോട്ട്ബുക്കിലുണ്ട്. അപ്പം അതെല്ലാം സോൾവ് ചെയ്യുമായിരുന്നു. എസ്പെഷ്യലി ഞാൻ ഇമ്പോർട്ടൻ്റ് പ്രീവിയസ് ഇയർ എന്നൊക്കെ മാർക്ക് ചെയ്തിട്ടുള്ളത്. സാറ് കൂടുതൽ NCERT ക്വസ്റ്റ്യൻസും ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്തായാലും ഈ ഒരു ഫോൺ ഡിസ്ട്രാക്ഷൻ ആവുന്ന സമയത്ത് ഞാൻ ചില സമയത്ത് രാവിലെ എണീക്കുമ്പം വീഡിയോ എടുക്കാറുണ്ട്. എന്നിട്ട് അത് ടൈം ലാപ്സിലിട്ട് കാണുമ്പം നല്ല രസമാണ്. നമ്മൾ തന്നെ പഠിക്കുന്നതൊക്കെ കേട്ടോ. നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന ടൈമിൽ ചില സമയത്ത് ഇങ്ങനെ നമ്മളൊന്ന് ചെയ്ത് നോക്കിയാൽ നല്ല എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്നോട് ചിലർ കോൺഫിഡൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് പഠിക്കാൻ തുടങ്ങിയോ, ഇമ്പ്രൂവ് എക്സാമിന് പറ്റിയ ഒരു സ്റ്റഡി പ്ലാൻ പറഞ്ഞു തരുമോ എന്നൊക്കെ. അപ്പോൾ എനിക്ക് ജെനുവിൻലി ഫീൽ ചെയ്തിട്ടുള്ളത്, നമ്മൾ +2ൻ്റെ കൂടെ നമ്മളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ +1 ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ +1 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് അല്ല ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ചിലരെങ്കിലും അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. കമൻറ്റ് സെക്ഷനല്ല, പക്ഷേ റിയൽ ലൈഫിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ റിയൽ ലൈഫിലെന്ന്, പിന്നെ നമ്മളൊക്കെ എന്താ റിയൽ ലൈഫിലാണോ, സോറി ഐ മീൻ എൻ്റെ ഫ്രണ്ട്സും അങ്ങനെ കുറച്ച് ആളുകൾ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടിയിട്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാമെന്ന്. +1 ഈസി ആണല്ലോ. പക്ഷെ അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവസാനം പാടാവുകയേ ഉള്ളൂ. കാരണം +2ഉം +1ഉം മാനേജ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒട്ടും ഈസി അല്ല. വൈൽ കമ്മിങ് ടു ബയോസയൻസ്, ബാക്കിയുള്ള സ്ട്രീമിന് എനിക്കറിയില്ല, മേ ബി പറ്റുമായിരിക്കും. എങ്കിൽ പോലും +2 നമ്മളിങ്ങനെ സ്കൂളിൽ പോകുന്നതിനിടയിൽ വേറൊരു വിഷയം അങ്ങനെ നോക്കുന്നത് ഭയങ്കര പാടല്ലേ. കാരണം ഇപ്പം ഞങ്ങൾക്ക് എന്നാ അസൈൻമെൻറ്റും ക്വസ്റ്റ്യൻ ചോദിക്കലും ടെസ്റ്റ് പേപ്പറും യൂണിറ്റ് ടെസ്റ്റും പിന്നെ എന്നാ മിഡ് ടൈം എക്സാമും അങ്ങനെ ഓരോരോ കലാപരിപാടികളാണ്. ഇപ്പം ഞങ്ങൾക്ക് പ്രാക്ടിക്കലും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ദിവസം സ്കൂൾ ഡേ ഇൻ മൈ ലൈഫ് എടുത്തത് 2 പ്രത്യേകതകളാണ് ഉണ്ടായിരുന്നത്. കാരണം ഇത് ജൂലൈ 1 വ്ളോഗായിരുന്നു. അതേപോലെ തന്നെ അന്നായിരുന്നു ഞങ്ങൾക്ക് പ്രാക്ടിക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഏകദേശം രാവിലെ 7:30 വരെ പഠിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സ്കൂളിൽ പോകാൻ റെഡി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കാരണം എനിക്ക് 7:30 വരെ ഒരു പഠിച്ചാലേ ഒരു സുഖമുള്ളൂ. ഞാനത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് എനിക്ക് ഒരുങ്ങിപ്പോകണം. അങ്ങനെയാണ് കേട്ടോ. പിന്നെ തിരിച്ച് വരുമ്പം ഏകദേശം ഒരു 4:45 5 മണിയാവും. പിന്നെ ഒരു 7 മണിയൊക്കെ വരെ അങ്ങനെ ഇങ്ങനെ നടക്കും. അല്ലെങ്കിൽ കുറച്ച് നേരം കിടന്നുറങ്ങും, ഫോണിൽ നോക്കും, ഇതൊക്കെ തന്നെ പണി. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പണി എന്ന് പറഞ്ഞാൽ പഠിക്കാൻ നിൽക്കുക. ഞാൻ ഇത്രയും താമസിച്ചിട്ട് +2ൽ കയറി കഴിഞ്ഞിട്ടാണ് കേട്ടോ പഠിക്കാറ്. +1ൽ കയറുമ്പോഴത്തേക്ക് ഞാൻ ഏകദേശം ഒരു 5:30 6 മണി കൂടുതൽ ഞാൻ പഠിക്കാതിരുന്നിട്ടേ ഇല്ല. 6 മണി 6:30 ഇപ്പോൾ വന്നിട്ട് 7 മണിയൊക്കെയാണ് ചില ദിവസങ്ങളിൽ.
അപ്പോൾ എന്തായാലും ഞാൻ ഫിസിക്സ് എക്സ്പെരിമെൻറ്റിൽ നോക്കായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളെ രണ്ടായിട്ടാണ് ബാച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 25 പേര്, ആദ്യത്തെ 25 പേര് ഫിസിക്സ് ലാബിലേക്കും പിന്നെയുള്ള 25 പേര് കെമിസ്ട്രി ലാബിലേക്കും കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കെമിസ്ട്രി ലാബിലും പോയിട്ടുണ്ട്. കാരണം ആഴ്ചയിൽ 2 ദിവസമാണ് പ്രാക്ടിക്കൽ ഉള്ളത്. കെമിസ്ട്രി എനിക്ക് കുറച്ചുകൂടി അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു. പക്ഷെ എനിക്ക് തോന്നുന്നു ഫിസിക്സ് എക്സാം ആയിരിക്കും കുറച്ചുകൂടി ഈസി എന്ന്. എനിക്കറിയില്ല, എനിക്കങ്ങനെ ഫീൽ ചെയ്തു. അപ്പോൾ എന്തായാലും ഫിസിക്സ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഞങ്ങളന്ന് കാൽക്കുലേറ്റർ ഞങ്ങളോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് വേണമെന്നും അറിയാലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ പോയി കുറച്ച് ലാഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം ചെയ്താണ് മിസ്സിൻ്റെ അടുത്തുനിന്ന് സൈൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ലാബൊക്കെ പോകും. അതേപോലെ തന്നെ തിയറി മെയിൻറ്റെയിൻ ചെയ്ത് പോയാലേ നമുക്ക് നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇംഗ്ലീഷ് പഠിക്കായിരുന്നു. കാരണം സാറ് ക്വസ്റ്റ്യൻ ചോദിക്കും. സാർ ഒരു എസ്സേ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അത് എഴുതിപ്പിക്കാൻ, അതായത് വുമൺ എംപവർമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എസ്സേ ആയിരുന്നു. സാറ് ക്വസ്റ്റ്യനും ചോദിക്കും, ചില സമയത്ത് എഴുതിക്കലും ചെയ്യാറുണ്ട്. കാരണം നമ്മൾ നല്ല സ്പീഡിൽ ഇത് പറയാനും എഴുതാനും പറ്റിയാലാണ് നമുക്ക് എക്സാമിന് സാറ് പറയും നമ്മളിങ്ങനെ പേന എറിഞ്ഞാലും അത് എഴുതണമെന്ന്. നമുക്ക് അത്രയും സ്പീഡ് കിട്ടണം. കാരണം നമ്മൾ പഠിച്ച് ഈ കാണാതെ പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് അത്രയും സ്പീഡിൽ എഴുതാം. ചില കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും ഉണ്ടാക്കി എഴുതേണ്ടി വരും. അതിൻ്റെ കൂടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതായത് വരും എന്ന് നമുക്ക് നല്ല 100% ഷുവറുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നെ കാണാതെ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും എന്ന് സാറ് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു വോയിസ് ഓവറിന് അത്യാവശ്യം നല്ല കുഴപ്പമുണ്ടായിരിക്കും. ഞാനത് ഒറ്റ സ്ട്രെച്ചിൽ എടുക്കുന്നതാണ്. കാരണം അല്ലെങ്കിൽ ഞാനിങ്ങനെ പകുതി ആയിട്ടാണ് എടുക്കുന്നത്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ എഡിറ്റ് ചെയ്തു, അത് ഫുൾ പോയി കേട്ടോ. അതിലെ വോയിസ് ഓവർ ഫുൾ പോയി. പിന്നെ ഞാനിത് രണ്ടാമത് എഡിറ്റ് ചെയ്യുന്നതാണ്. എന്തെങ്കിലുമൊക്കെ മിസ് ചെയ്തിട്ടുണ്ടായിരിക്കും. കുറേ മിസ്ഡായിട്ടാണ് ഞാൻ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നത്. വൃത്തിക്ക് പറയാനേ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ എന്തായാലും ഐ എം റിയലി സോറി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അത് ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. കാരണം ഈ ഒരു വീഡിയോ ഫുൾ ഡിസ്കേർഡായി. ഞാൻ ഇന്ന് ഇട്ടില്ലെങ്കിൽ എനിക്ക് ഇനി അടുത്ത ആഴ്ചയെ പറ്റുള്ളൂ. ഈ ഒരു 2 വീഡിയോയിലായിട്ട് ഞാനിത് പറയുന്നുണ്ട്. കാരണം എനിക്ക് വെള്ളിയാഴ്ച വീഡിയോസ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്നെക്കൊണ്ട് പറ്റില്ല. ഓക്കെ, പിന്നെ ഞാൻ ഫിസിക്സ് പഠിക്കാൻ നിൽക്കായിരുന്നു. ഞാൻ NCERTയും എടുത്തിട്ടാണ് പഠിക്കുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ ഏകദേശം ബയോളജിയും മാത്സും മാത്രമാണ് കൂടുതൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. NCERT സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കി വിഷയങ്ങൾക്കൊക്കെ ഞാൻ NCERT അധികം എടുത്തിട്ട് പോലുമില്ല. പക്ഷേ എല്ലാ വിഷയങ്ങൾക്കും ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം എന്തായാലും NCERTയും കൂടുതൽ നോക്കണം. കാരണം കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് NCERTയിൽ നിന്നും ടഫ് ലെവലൊക്കെ വരുന്നുണ്ട്. അതിൽ കുറേയൊക്കെ NCERTയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. പ്രീവിയസ് ഇയർ മാത്രം സോൾവ് ചെയ്തിട്ട് ഇനി എക്സാം എഴുതാൻ പോയാൽ ഒരു കാര്യം ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് എന്നോട് കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മലയാളത്തിൻ്റെ നോട്ട് കിട്ടുമ്പം അതൊന്ന് ഷെയർ ചെയ്യണമെന്ന്. അപ്പോൾ ഇതാണ് ടീച്ചറുടെ പ്രിൻ്റർ എടുത്ത് തന്നിട്ടുണ്ടായിരുന്ന നോട്ട്. ഏകദേശം 40 രൂപയാണ് കേട്ടോ. ഇത് ഭയങ്കര ഈസി വേർഡ്സിലൊന്നും അല്ല. അതുകൊണ്ട് ഞാനിത് ഭയങ്കരമായിട്ട് സജസ്റ്റ് ചെയ്യില്ല. മേ ബി ഞാൻ ഒരു ചാപ്റ്ററല്ല കുറച്ചേ റീഡ് ചെയ്തിട്ടുള്ളൂ. അതിൽ എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ഇത് HSS ലൈവിൽ ഉണ്ട് കേട്ടോ. 2022-23 വർഷത്തിലെ കൊല്ലം ജില്ലയിലെ ഏതോ ഒരു ടീച്ചർ പ്രിപ്പയർ ചെയ്തതാണ്. പേരൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് എങ്ങനെ സെർച്ച് ചെയ്യേണ്ടതെന്ന് അറിയില്ല. പക്ഷെ എനിക്ക് തോന്നിയത് നിങ്ങൾ ആദ്യം തന്നെ ഈ ഒരു ഇയർ അടിച്ച് സെർച്ച് ചെയ്യുകയാണെങ്കിൽ കിട്ടും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കായിരുന്നു. കാരണം തിങ്കളാഴ്ച തൊട്ട് മിഡ് ടേം എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് പഠിച്ചേ പറ്റുള്ളൂ. ഇടയ്ക്കിടയ്ക്കല്ല, എനിക്ക് കൂടുതലും ഡിസ്ട്രാക്ഷൻസ് ആണ് വരാറ്. പക്ഷേ ഞാൻ വിചാരിക്കും ആഗ്രഹിച്ച കാര്യങ്ങൾ, അതായത് ആഗ്രഹിക്കാൻ ആർക്കും പറ്റും. പക്ഷെ അത് നേടിയെടുക്കാൻ വളരെ കുറച്ച് ആളുകൾക്കേ പറ്റുള്ളൂ. കാരണം ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഇത് നേടിയെടുക്കാൻ പറ്റണം എന്നില്ല. കാരണം ഇത് അത്രയ്ക്ക് എളുപ്പമായിരുന്നെങ്കിൽ എല്ലാവരും ചെയ്തേനെ. പക്ഷേ ഇത് ഭയങ്കര പാടായതുകൊണ്ടാണ് വളരെ കുറച്ച് ആളുകൾ മാത്രം ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പറയാനാണെങ്കിൽ ലൈഫ് ഇസ് ഹിറ്റിംഗ് മീൻ 360 ഡിഗ്രി. എന്തൊക്കെയോ ഉണ്ട്, കുറേ പഠിക്കാനുണ്ട്. ഇതെല്ലാം പഠിച്ചു വരുമ്പോഴത്തേക്ക് ഒരു സൈഡിൽ നിന്ന് കിളി പറന്നു പോകുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും. പിന്നെ ഇപ്പോൾ കുറേ കൂടെ സിറ്റുവേഷനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. കുറേ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളതൊക്കെ മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഞാൻ എങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരുന്നത് നേരത്തെ എന്നുള്ള കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു എൻ്റെ സ്റ്റഡി മെത്തേഡ് ഏതാന്നൊക്കെ. 2 മാസം കഴിഞ്ഞ് പഠിക്കാൻ ട്രാക്കിൽ കയറിയപ്പം എനിക്ക് ഫീൽ ചെയ്ത് ഞാൻ 2.5 കൊല്ലം കഴിഞ്ഞ് പഠിക്കാനിരുന്ന പോലെയാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഏകദേശം എല്ലാം മനസ്സിലാക്കി വരുന്നുണ്ട്. കുറേ കൂടെ NCERT ഒക്കെ സോൾവ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. കാരണം എനിക്ക് NCERT ഇപ്പോഴാണ് കിട്ടിയത്. പിന്നെ കുറേയൊക്കെ മാത്സൊക്കെ ഞങ്ങൾക്ക് നോട്ട്ബുക്കിൽ തന്നെ ഉണ്ട്. പിന്നെ ഞാൻ കുറച്ചിപ്പം ഇങ്ങനെ ഓരോന്നായിട്ട് സോൾവ് ചെയ്യാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ലൈഫ് പോകുന്നത്. ആക്ച്വലി ഞാൻ ആദ്യം എടുത്ത വോയിസ് ഓവർ കുറച്ചുകൂടെ അടിപൊളിയായിരുന്നു. അതായത് കുറേ ഡീറ്റെയിൽസും കുറേ സ്റ്റഡി ടിപ്സൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ രണ്ടാമത് എടുക്കുമ്പം എനിക്കൊരു ഐഡിയ ഇല്ല. അതല്ല, എൻ്റെ മുമ്പിൽ ഇനി ഒരുപാട് സമയമില്ല.
അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എടുക്കുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു വിഷയങ്ങളൊക്കെ ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് പെട്ടെന്നൊന്ന് പറയാം. കെമിസ്ട്രി ആണെങ്കിൽ തിയറി പഠിക്കുന്നുണ്ട്, പിന്നെ സാറ് തരുന്ന ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യുന്നുണ്ട്. സാറ് NCERT എന്നുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ഒക്കെ ആണ് കേട്ടോ തരുന്നത് PDF ആയിട്ടൊക്കെ. അത് നിങ്ങൾക്ക് HSS ലൈവിൽ സെർച്ച് ചെയ്ത് കിട്ടുന്നതായിരിക്കും. പിന്നെ ഫിസിക്സ് ആണെങ്കിൽ കാണാതെ പഠിക്കുക, ക്വസ്റ്റ്യൻ